ഈ സാധാരണ മനുഷ്യനാ. ഇയാളെ കൈയൊക്കെ അന്നൊക്കെ ഇയാളെ കൈ മുറിഞ്ഞിട്ട് എന്താ പറയാ തകരാ തൊടുന്ന ഏത് കണ്ണ് കൂരാക്കൂരി ഇരുട്ട് വെള്ളത്തിന്റെ അടിയിൽ പോയിട്ട് പിടിക്കണത് തകരവും കൊമ്പും ഒക്കെ കുത്തുന്നത്. എന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ വരുന്ന ഞാനൊരു രംഗം കണ്ട് ബോട്ടിൽ ഞാൻ ഇങ്ങനെ പോവാ. ഇയാള് വെള്ളത്തിന്റെ ചുണ്ട് വെളുത്തിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അപ്പൊ ഞമ്മള് നമിച്ചു പോവാണ്. ഇയാൾക്ക് എന്ത് കൊടുത്താലും എന്ത് എന്നായിപ്പോയി ചിലത്. നമ്മളെ ഒരു മാധ്യമപ്രവർത്തകർ ഇപ്പൊ ചിലപ്പോ നമ്മൾ ഇവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മൾ നിൽക്കേണ്ട ഇങ്ങനത്തെ സാധാരണ ഈ ടീമുകൾ ഉണ്ടല്ലോ, ഈ മനുഷ്യന്മാരുടെ കൂടെ മറ്റേതെന്താണ് എന്താണ് ജനങ്ങളെ സേവിക്കാനായിട്ട് പുറപ്പെട്ട ആളാണ് MLA MP ഒക്കെ. ഓലെ ബാധ്യത കർത്തവ്യ. പക്ഷെ ഇവരെ പോലെയുള്ള ആളുകൾ ഇവർക്കൊരു ഓക്സിജൻ കൊണ്ടുപോയി കൊടുക്കാൻ ആരൊരാൾ ഇന്നലെ ഫേസ്ബുക്കിൽ ഇട്ടിക്കണ്. ഞാൻ സിലിണ്ടർ ആയിട്ട് ഞാൻ കണ്ടിട്ട് ഞാൻ അത് ശ്രദ്ധിച്ചിട്ട് പോലില്ല. ഞാൻ ഇവർക്ക് കാരണം ഇത് കൊണ്ടുപോയി കൊടുക്കാൻ ആളില്ല. നമ്മള് എന്താണ് ലോറിയോട് മനാഫ് പറഞ്ഞിട്ട് മാറിക്കാൻ പറ്റുമോ? നമ്മൾ ഇറങ്ങി അതും എങ്ങനെ ചെങ്കുത്തായത് ഒരു 45 അടി മേലേന്ന് ഇങ്ങനെ താഴോട്ടേക്ക് കാണുമ്പോ ക്യാമറയെ കാണുമ്പോ മനസ്സിലാവില്ല, നടക്കാൻ കഴിയാത്ത കല്ല. ഞാന് അതെന്തായാലും ഇവർ രണ്ടാളുള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്താക്കാണ് പണിയെടുക്കാൻ തയ്യാറാണോ? ഓക്കെ, അനക്കൊരു ജെയ്സി നട്ടോ ഒരു കൂടെ ആരെങ്കിലും കൂട്ടുക. കാരണം നമ്മള് മലയാളികൾ അവിടെ പറ്റൂലല്ലോ. ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ ഈ ബോഡി കുട്ടിന് ഇയാള്. ഇന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മൂപ്പരാണ് ഈശ്വർ മൽപ്പനെ പറ്റി പറഞ്ഞിരുന്നത്. അങ്ങനെ നമ്മളെന്താക്കി ഈശ്വർ മൽപ്പനെ ചോദിച്ചു. ഈശ്വർ മൽപ്പ അറിഞ്ഞില്ലേനു ഈ സംഭവം നടന്ന്. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പര് സ്വയം വരുന്ന ആളാ. 11 ദിവസമായി അമ്മ തീർന്നു പോയി ആ ദിവസത്തില്. മൂപ്പര് അമ്മ മരിച്ചതിന്റെ ഇതില് വീട്ടിലേനു. അങ്ങനെ പിന്നെ എന്താക്കിയാണ് പ്ലാൻ ബി ആയിരുന്നു ഈശ്വർ മൽപ്പന്. മൂപ്പര് വന്ന് അതില് എന്താ ഭാഗമാക്കി. പിന്നെ മൂപ്പര് അന്ന് ആ വെള്ളത്തിൽ ഇറങ്ങിയത് 9 നോട്ട് സ്പീഡിൽ വെള്ളം പോണ സമയത്താ. ആരും പറ്റൂല എന്ന് പറഞ്ഞ സമയത്ത് ഇറങ്ങിയ മനുഷ്യനാ. പിന്നെ ആ മനുഷ്യനെ നമ്മളെല്ലാരും കൂടി ചേർത്ത് പിടിച്ചില്ലെങ്കിൽ പിന്നെ നമ്മള് മലയാളി നമ്മളെ മൂല്യത്തിന് എന്ത് വില. നമ്മൾ ഈ വിഷയത്തിൽ കുറെ മൂല്യങ്ങൾ നമുക്ക് ഇറങ്ങണേൽ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ ഡർജർ വേണം. കാരണം അത് മാറ്റാൻ നമ്മള് മണ്ണിൽ അടിയിലുണ്ട്. നമ്മൾ കയ്യിലെ തോണ്ട ഒരു പോയിട്ട് പോകും അത്ര ഉണ്ട്. പിന്നെ കല്ല് വല്യത് തോണ്ടിയാ കിട്ടും. ഞാൻ കൊഞ്ച കിട്ടി കാണ്ട് പിന്നെ ഒഞ്ചൂർ പ്രശ്നം ഇതായി. പ്രശ്നമുണ്ട് ഈ പോയാൽ. ഞാൻ ഇവരെ നിന്ന് മനസ്സിലാക്കി എന്താ പറയാ, ഒരു സ്പോട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് കരക്കലെത്തിയിട്ട് തിരിച്ച് ആ സ്പോട്ട് ഇവിടെ നിന്ന് മനസ്സിലാവില്ല. അത് അടയാളപ്പെടുത്താൻ കഴിയില്ല. ഈ മനുഷ്യന് ശരിക്കും ഡൈവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇന്ന് MP ഇലക്ഷൻ MLA ഇലക്ഷൻ ഏതിനും ഒന്ന് നിന്ന് കഴിഞ്ഞാൽ സുഖസുന്ദരായിട്ട് ജയിക്കുന്ന ക്യാരക്ടറാ. പല പ്രാവശ്യം കംപ്ലീറ്റ് കിട്ടിയ സർട്ടിഫിക്കറ്റ് 10-20 മേലുണ്ടാണ്. പിന്നെ വീട്ടിലെ ഫുള്ളുണ്ട് അങ്ങനത്തെ എന്താ പറഞ്ഞാൽ വ്യക്തികളെ മക്കളെ കഥ. അതെ ഭയങ്കര അറിയാലോ എല്ലാവർക്കും. ഇപ്പൊ കേരളം മൊത്തം അറിയും ആ വിഷയമൊക്കെ. ഇങ്ങനെയുള്ള ഒരു എന്താ പറഞ്ഞാല് ഇങ്ങനെയുള്ള ഒരാളുകളെ എന്താ പറഞ്ഞാ ഇന്ന് മനസ്സിലായിട്ടുണ്ടാവും സതീശയിൽ നിന്നും കർണാടകയിൽ നിന്ന് വന്ന പോലീസുകാർക്കും ഈ മനുഷ്യന് നമ്മൾ കൊടുക്കുന്ന വില എന്താന്നുള്ളതും. അതെ നമ്മളങ്ങനാണ്. നമ്മള് സ്നേഹിക്കുന്നവർക്ക് ചങ്ക് പറിച്ചു കൊടുക്കും. അതാ മലയാളി. അതിൽ നമുക്ക് നല്ല റൂമാക്കി അവിടെ ഇരുന്ന് എത്ര നമുക്ക് ചോറ് സാപ്പാടെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് അതിന്റെ കടമാണ്. മൂപ്പർക്ക് ഒരു വരുമാനം ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് മൂപ്പര് ചെയ്യുന്നതിന് 2 കാര്യങ്ങളാണ്. ഒന്ന്, മൂപ്പര് ഒരു ചാനലിനെ എന്താക്കുന്നത് ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതായത് ഒരു എവിഡൻസ് ആണത്. മൂപ്പര് നാളെ എന്തെങ്കിലും കാരണം ഒരു സാധാരണക്കാരൻ ചെയ്യുമ്പോൾ പിന്നീട് അധികാരികൾ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാല് അത് മൂപ്പർക്ക് വലിയ തരത്തിൽ ബാധിക്കും. അപ്പൊ മൂപ്പര് എന്താക്കുന്നുണ്ട്, മൂപ്പർക്ക് ഒരു ചാനലുണ്ട്. ആ ചാനൽ മുഖാന്തരം എന്താക്കും, അതിലൊരു എവിഡൻസും ആയി മൂപ്പര് ചെയ്തത് ഇങ്ങനെയാണ്. നാളെ ഒരു കയ്യബദ്ധമായി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയാസം വരാൻ പാടില്ലല്ലോ. പക്ഷെ അതൊന്നും ഡോക്യുമെന്റ് ചെയ്യണല്ലോ. അതൊന്നും എന്താണ് പറഞ്ഞു കഴിഞ്ഞാല്
അതിനൊക്കെ അധികാരികൾ എന്താ ഇവിടെ മൂടി വെക്കാൻ, ഞാൻ ആദ്യം മുതലേ പറഞ്ഞ കാര്യം, എന്താ മൂടി വെക്കാനുള്ളത് ഒരു ദുരന്ത സ്ഥലത്ത്? ആ ഒരു സാധനം കീഴെ പോയ പതി അടിയിലുള്ള വണ്ടി കിട്ടിയാണ് ഒരുപാട്. ഒരു നാൾ 2 വണ്ടി ഇവർക്കാണ്, ഒരു തടി പിന്നെ 10 തടി അവിടെ തന്നെ ഉണ്ട്, പിന്നെ കട്ടിയിട്ട് മേലെ ബൈക്ക് സംവിധാനത്തിലാണ് നമ്മൾ വന്ന സമയത്ത് പല ഇതിന്റെ ഉയർന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് മനാഫും പാടില്ല, മാൽപ്പയും പാടില്ല. മനാഫിന് പല ഭീഷണി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വരെ ആശങ്കാവിരുദ്ധമാക്കുന്ന സംസാരങ്ങളൊക്കെ പിടിച്ചകത്തിടുന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരങ്ങൾ അതിനെ ഇവിടെ വന്നില്ല ഇപ്പൊ വേറൊന്നുണ്ട്. ഓൾറെഡി മാൽപ്പക്കെതിരെ മനാഫിനെതിരെ കേസുണ്ട്. അത് എന്താന്ന് കഴിഞ്ഞാല് ഇനി വരുന്ന ആളുകളിൽ എന്താന്നുള്ളത് നോക്കാം. പക്ഷെ ആക്ക് മാറ്റിങ്ങനും തോന്നുന്നുണ്ട് ഇപ്പൊ. ഇനി എന്താണ്, ഇനിയൊന്നുമില്ല, ആക്കെ തീർന്നുകണേ. ഇനി ഈ ഒരു ചടങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാല് നാളെ കഴിഞ്ഞ മറ്റന്നാളെ മുതൽ നമ്മള് ഇതോട് കൂടി ഇത് നിർത്തുന്നില്ല. ആ കുട്ടി ഇനി നമ്മള് 2 ആളെ കൂടി എടുക്കാണ്ട് ഒരാളുടെ ഇതുണ്ട്. ഇനി 2 ആൾ ഇപ്പൊ അവിടെ കട എല്ലാ സംഗതികളും അവിടെ ഉണ്ട്. ഇപ്പൊ ഇവർക്ക് തന്നെ ഇപ്പൊ ഈശ്വരമാൽപ്പായിക്കോട്ടെ, അതിന് മുമ്പ് വന്നവരായിക്കോട്ടെ, ഒരു മാർക്ക് സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോട്ടിലേക്ക് എത്താൻ ഇവര് സമ്മതിക്കണില്ല. അത് ആ സ്പോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പിറ്റേന്നൊക്കെ 2 ആളെ എടുക്കല് ആവശ്യമാണ്. ഇത് തൽക്കാലം ഇപ്പൊ എന്തായി പറഞ്ഞാൽ, ഇത് തൽക്കാലം ഇപ്പൊ ഒരു നമ്മള് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഇതൊരു മലയാളിന്റെ വിഷയം, ഇപ്പൊ ഒക്കെ പോകെ ഇപ്പൊ ഇതൊരു എന്തായിക്കണ്, ഒരു ദേശീയ വിഷയമാണ്. നമ്മളെ ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യത്ത് ഇങ്ങനെ ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു വാഹനങ്ങൾ കാണാതാവുക പറഞ്ഞു കഴിഞ്ഞാല് അത് അംഗീകരിച്ചു കൊടുക്കാൻ തൽക്കാലം ഇന്ത്യക്കാരായ നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് പറ്റൂല. പിന്നെയാണ് എന്നോട് ചൂടായത് കേരളക്കാർക്ക് ന്യൂസ് കൊടുക്കാറതാണ്. അത് എന്നപ്പാ അത് ഞാൻ ന്യൂസ് പറയല്ലേ, അത് നല്ലതാണ്. അത് പിന്നെ ഡ്രോണാണ് മുകളിൽ പറക്കണത്. അവിടെ എന്തായിരുന്നു ചാനലില്ല, ഒരു ഡ്രോണ് പറത്തി കഴിഞ്ഞാൽ വെടിവെച്ച് തള്ളിയിടുന്നതിന് ഓർഡർ. ചാനലേര് ഒരു ഡ്രോണ് പറത്തി വീഡിയോ പിടിച്ചു കഴിഞ്ഞാൽ അത് വെടിവെച്ച് തള്ളിയിടും. എവിടെ എത്തി കാര്യങ്ങള്? അവിടെ പാപ്പ അന്ന് അത്ര കഷ്ടപ്പെട്ടിട്ട് അവിടെ എല്ലാം അടിയിലായിട്ട് ഒരു 70 ദിവസം നിന്നല്ല, അത് ഗ്രേറ്റ്. അവിടെ തന്നെ എല്ലാ കേരളക്കാർ സപ്പോർട്ട് പണി, അത് എല്ലാ പ്രാർത്ഥന. ഇതിന്റെ ഒരു മെസ്സേജ് എന്താ അറിയോ, വിജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിൽക്കാൻ 1000 പേരുണ്ടാവും. വിജയിക്കുന്നതിന് മുമ്പുള്ള ഒരു സമയമുണ്ട്, അതൊരു വലിയ സമയമാണ്. വിജയിക്കാൻ ഒരു സെക്കൻഡോട് കഴിയും, പിന്നെ വിജയവും ആഘോഷമൊക്കെയാണ്. അതിന്റെ ഇടയിലുള്ള ഒരു മാനസിക സമ്മർദ്ദം, ആ സമയത്ത് ആരൊക്കെ കൂടെ ഉണ്ടോ ഓർത്തിട്ടില്ലെങ്കിൽ പിന്നെ ഇവിടെ നമ്മൾ ആ മൂല്യങ്ങൾക്ക് ഒരു പ്രാധാന്യമില്ല. ഈ മനുഷ്യൻ അത് എടുത്തില്ലേ എന്നുള്ളതല്ല, അവിടെ നിന്ന് പ്രയത്നിച്ച് രാവും പകലും കഷ്ടപ്പെട്ട് ഈ വിജയത്തിന്റെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ക്രെഡിറ്റ് ഫുള്ള് മൂപ്പർക്ക. ഇല്ല വേണ്ട, ആണ് പറവില്ല. അവിടെ എത്ര ആൾക്ക് സ്വയം സേവകർ അണ്ണ ജാസ്തി. പിന്നെ അവിടെ സത്യശീൽ നമുക്ക് കൊഞ്ചം സപ്പോർട്ട് പണി. അതെ, സത്യശീൽ അവിടെ അവരുടെ കൊഞ്ചം സപ്പോർട്ട് ഉണ്ട്. പിന്നെ ജില്ലത്തിൽ ഞാൻ ഒന്നും പറയത്തില്ല, വേണ്ടത് നമുക്ക് അണ്ണ ഉണ്ട്, മുന്നപ്പണ്ണുണ്ട്, അവരുടെ കൂട്ടുകാരുണ്ട്, കേരളക്കാരുണ്ട്. അവരുടെ പ്രാർത്ഥന അതിലല്ല അവിടെ വേലായി. അല്ല അങ്ങനെയല്ല, നമ്മള് വന്നത് എന്താ വന്ന വഴികൾ മറക്കാൻ പാടില്ല. ഞാന് സൗക്കത്ത് ഖാന്റെ മോളോട് പറഞ്ഞ കാര്യം തന്നെ എല്ലാരോടും പറയാനുള്ളത്. നമ്മൾ ആകാശം മുട്ട വളരണം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, കാല് നിലത്ത് ഉറക്കിണ്ടോ എന്നുള്ളത്. കാരണം നമ്മൾ അഹങ്കാരിയായി പോയത്. ഇതൊക്കെ താൽക്കാലിക ഫേമസും പ്രശസ്തിയുമാണ്. അത് കഴിഞ്ഞാൽ നാളെ നമ്മൾ ആരും ഓർക്കൊന്നുമില്ല. ഏത് മൽപ്പ്, ഏത് മനാഫ്, ഏത് അൽഫ്, അങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ. അതൊന്നും ഒരിക്കലും എന്താ പറഞ്ഞു കഴിഞ്ഞാല് പിന്നീട് പ്രശസ്ത ഒന്നും നിലനിൽക്കൊന്നുമില്ല. കാരണം നമ്മള് മാഞ്ഞു പോകും. പക്ഷെ ഈ കാട്ടിയ പോരാട്ട വീര്യം അത് കാലാകാലം ഓർമ്മിക്കണം. ഈ വരും തലമുറക്ക് ഒരു എന്താ പറഞ്ഞ ഒരു സന്ദേശമായിട്ട് അവിടെ നിൽക്കട്ടെ. നമ്മളെല്ലാ മൂല്യങ്ങളും ഇതിൽ കീപ്പ് ചെയ്തിരിക്കണം. ഒരു മൂല്യങ്ങളും കുറച്ചിട്ടില്ല. കൂടെ എന്താ പറയാ, അവസാനം വരെ നിന്ന ആളുകളൊക്കെ എന്താക്കാണ്, ചേർത്ത് പിടിക്കണം. എനിക്ക് ഈ സമയം വേണമെന്നുണ്ടെങ്കിൽ ക്യാമറന്റെ മുന്നിൽ ഇന്ന് കേരളം, ഇന്ത്യ മൊത്തം നോക്കണ ആ ക്യാമറ മിന്നാമിനിങ്ങിന്റെ മുന്നിൽ പോയിട്ട് നിൽക്കാം.
ഞാൻ അവിടെ നിൽക്കണേക്കാട്ടി സന്തോഷപ്പെടുന്നത് ഈ സാധാരണക്കാരെ നമ്മളെ കൂടെ നിന്നീനെ ഓരോട് നന്ദി പ്രകടിപ്പിച്ച് ഇവിടെ നിൽക്കാൻ എനിക്ക് ആഗ്രഹം. അർജുന്റെ കാര്യത്തിൽ നമ്മൾ എന്താക്കി, ആ വാക്ക് പാലിച്ചു കഴിഞ്ഞ് ഓന്റെ വീട്ടിലെത്തി. ഇനി ഓന്റെ വീട്ടുകാരും ഫാമിലിയും കൂടി അതിലെന്താവട്ടെ ഇതാവട്ടെ, അവിടെ നമ്മളെ ആവശ്യമില്ല. അതുപോലെ ഒരു സ്വകാര്യ നിമിഷം അല്ലേ അല്ലെ, ആ സ്വകാര്യ നിമിഷം ഓല് ഇതാവട്ടെ, ഓലെ അവസാന സമയങ്ങളല്ലേ. അവർക്ക് വേണ്ടി അത് തീർച്ചയായിട്ടും ഈ കാണുന്ന എല്ലാ മനുഷ്യന്മാരും എന്താക്കണം, ഇനി ഓരെ ആ വീട് എല്ലാരെ വീടായി മാറിയ സിമ്പിളാ. നമ്മളിതിൽ കുറെ പാഠങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഏകദേശം വൃത്തിയായിട്ട് ചെയ്തിക്കണ്. ഇതിന്റെ പിന്നിൽ നിൽക്കണ എന്താ പറഞ്ഞാൽ ആക്ഷൻ ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി, ഇവരൊന്നും നമ്മൾ എന്താ പറഞ്ഞാൽ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പാടില്ല. ഇവര് എന്തൊക്കെ ത്യാഗം ഇതിന്റെ ചെയർമാൻ മനോജ് പാറാണ്ടി, പിന്നെ കൺവീനർ നൗഷാദ് തെക്കയില്, പിന്നെ എല്ലാവരും വിനോദ് മേക്കോത്ത് ആയിക്കോട്ടെ, സുരേഷ് ഏട്ടൻ ആയിക്കോട്ടെ, ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സും ഓരോരുത്തർ പേര് പറയേണ്ട ആവശ്യം, സക്കീർക്ക ആയിക്കോട്ടെ, ഇബ്രാഹിം കുട്ടിക്ക, അങ്ങനെ മോമലിക്ക, യഹിയക്ക, അങ്ങനെ എല്ലാരും നമ്മള് ആംബുലൻസിന്റെ ഡ്രൈവർമാര് ഒരു 2 ആംബുലൻസിന്റെ ഡ്രൈവർമാര് പാവം 2 കേരളത്തിൽ നിന്ന് പറഞ്ഞയച്ച ആംബുലൻസ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോ അത് ഇവര് കർണാടകന്റെ നിരസിച്ച് ആ കുട്ടികള് അർജുന്റെ ഫോട്ടോ ഒക്കെ അടിച്ച് വന്നത് ഓരോ സ്വപ്നം അത്. എന്നിട്ട് കരഞ്ഞിട്ടാണ് ആംബുലൻസ് ഡ്രൈവർമാര് പോയത്. അതെ അണ്ണാ, അവർക്ക് എങ്ങനെ ആക്കി അതേമാതിരിയാണ് കർണാടക. അതെ അതൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവഗണന, ലോകത്തെ ഏറ്റവും വലിയ മാനക്കേട് അവഗണന. അവഗണിക്കുക പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരിക്കലും പാടില്ല. എന്താ പക്ഷെ ഈ അവഗണിക്കുന്ന ആൾക്കാരെ കൂടെ നിൽക്കുമ്പോ ഉണ്ടാവുന്ന ഒരു സുഖം വേറെ. അത് ഈ തെങ്ങുതോപ്പിൽ നിൽക്കുമ്പോ കിട്ടുന്നുണ്ട്. അവഗണിക്കാൻ പറ്റാത്തവരായിരിക്കും മാറും തീർച്ചയായിട്ടും. ആര് അവഗണിച്ചാലും മേലെ ഉണ്ട് ഒരാള്, അവർക്ക് അതിന്റെ സ്ഥാനം കറക്റ്റായിട്ട് ആരെങ്കിലും മുഖാന്തരം അത് കൊടുക്കും. അതാണ് ഇപ്പൊ കറക്റ്റ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ മെയിൻ സ്ട്രീം മീഡിയാസ് ഒന്നും ചിലപ്പോ ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മള് മതി.